എൻ്റെ പേര് അർജുൻ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ശുഭയാത്രയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ വന്നാണ് എൻ്റെ ഫ്രണ്ട് അഭിജിത്ത് സജസ്റ്റ് ചെയ്തതാണ്. അഭിജിത്ത് നേരത്തെ ഒരു 5th 6th 6 പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൊട്ടിയൂർക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ പറശ്ശിനിക്കടവ് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവരുടെ പാക്കേജ് തന്നെയാണ്. 2000 റുപ്പീസിന് ഒരു 5 അമ്പലങ്ങൾ കണ്ടു. അതേപോലെ തന്നെ ഫുഡും പ്രോബ്ലംസ് ഇല്ലാണ്ട്. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് നമ്മുടെ എനർജിക്കും ഹെൽത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ സൂര്യനോട് ഞാൻ വന്ന് പറഞ്ഞിരുന്നത്. ഫുഡ് എനിക്ക് ഓക്കെ ആയിരുന്നു, കാരണം എനിക്ക് സോഫർ വയറിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ എക്കണോമിക്കലാണ്, ആർക്കും വരാൻ പറ്റും. മീൻസ് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്തപ്പോൾ കാറിൽ വരാനായിരുന്നു തിരുനെല്ലി കൊട്ടിയൂര്. ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഒരു 5000 അടുത്ത് വന്നിരുന്നു കാറിന്. അപ്പോൾ ഫുഡും അതിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിരുന്നു. പിന്നെ ഓടി എത്താന്നുള്ളത് 2-3 വർക്കിംഗ് ഡേ പോകും. ഇതാകുമ്പോൾ ഒരു ദിവസത്തിൽ കാര്യങ്ങളില്ല. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ചില പാട്ടുകൾ വയ്ക്കുമ്പോൾ കുറച്ച് സൗണ്ട് കുറച്ച് നല്ലതായിരിക്കും. കാരണം എനിക്ക് അത് പേഴ്സണലി പറഞ്ഞതാണ്, അത് എല്ലാവർക്കും ചിലപ്പോൾ നന്നല്ല. ചില പാട്ടുകളുടെ ബീറ്റ് കാരണം ഉറങ്ങണ ടൈമിൽ അതിന്റെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ എല്ലാ യാത്രകളിലും എല്ലാം പെർഫെക്റ്റ് ആവില്ല. പക്ഷെ ഞാൻ ഓവറോൾ ഹാപ്പിയാണ്. ഞാൻ ഇനി സജസ്റ്റ് ചെയ്യും, ഇനി ഞാൻ വരാനും പ്ലാനാണ്. അപ്പോൾ താങ്ക്സ് ലോട്ട്. ഹെൽത്ത് ജംഗ്ഷനിൽ തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ഈ ശുഭയാത്ര ടൂറിസ്റ്റിന്റെ കൂടെ ഏകദേശം ഒരു 10-15 ട്രിപ്പുകൾ പങ്കെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. കൊട്ടിയൂർ യാത്ര എന്നെ അടുപ്പിച്ച് 3ാമത്തെ വർഷമാണ്. ഇതുവരെ പോയതിൽ ഈ വർഷം നമുക്ക് കുറച്ച് മഴയും തിരക്കും കൂടുതലുണ്ടായിരുന്നു. വാനമ്പാടി ട്രാവൽസിന്റെ സുഭാഷ് ചേട്ടനായാലും അദ്ദേഹത്തിന്റെ കോ ഡ്രൈവർ ആയാലും അദ്ദേഹം നല്ല രീതിയിൽ നമുക്ക് യാത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം വെച്ച് തന്ന ചേട്ടനായാലും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അതിൽ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. ബാക്കി ടൂറ് കാര്യങ്ങൾ ബാക്കിയെല്ലാം നല്ലത് തന്നെയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അയ്യൂർപ്പാടത്ത് നിന്ന് വരുന്നു. പേര് ശിവൻ. യാത്ര സന്തോഷകരമായിരുന്നു. നല്ല ശുഭകരമായ യാത്രയായിരുന്നു. വണ്ടിയുടെ ഡ്രൈവറൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ആണ് ഡ്രൈവിംഗ് ചെയ്തത്. അതൊക്കെ വളരെ അനുയോജ്യമായ സാഹചര്യമായിരുന്നു. പിന്നെ മഴ മാത്രം ഒരു ചെറിയൊരു ശല്യം ഉണ്ടാക്കി പോലും അത് കാര്യമാക്കിയില്ലാത്ത എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. വളരെ നല്ല സന്തോഷകരമായ യാത്രയായിരുന്നു. ഓക്കെ, താങ്ക് യു. പേര് സുലോചന ശിവൻ, അരിപ്പാടത്തുനിന്ന് വരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് സന്തോഷകരമായി. ഞങ്ങൾ പല സ്ഥലത്തും ടൂറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത്രയും നല്ല രീതിയിലൊരു കെയറിങ്ങോടുകൂടി പോകാൻ പറ്റിയിട്ടില്ല. ആ ഒരു അമ്പലങ്ങളിൽ ചെന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് തൊഴണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു തരാൻ പറ്റിയ കാരണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. യാത്ര സന്തോഷകരമായിരുന്നു. എൻ്റെ പേര് അദീന ശിവൻ. ഞാൻ അരിപ്പാടത്തുനിന്ന് വരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ എൻ്റെ പേര് സുധ. ചോറ്റാനിക്കരയിൽ വന്നു. ശിവന്റെ കൂടെ ശുഭയാത്ര ടീം ഞാൻ ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് വന്നത്. ഈ പോയ അമ്പലത്തിലെല്ലാം എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നു. മുത്തപ്പന്റെ അനുഗ്രഹം കിട്ടി. വളരെ സന്തോഷമായിട്ട് പോകുന്നു. എൻ്റെ പേര് സജി. ഞാൻ മുളകൂരിന്ന് വരുന്നു. എനിക്ക് ഈ യാത്രയെ പറ്റി ഒന്നും പറയാനില്ല. അതെല്ലാം നല്ല തൃപ്തികരമായിരുന്നു. എൻ്റെ പേര് ലത വിനോജ്. ഞാൻ മുളകൂര് ജോൺ പഠിക്കേന്ന് വരുന്നു. ഈ യാത്ര എൻ്റെ ഒരു എത്രാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. 2-3 യാത്രകളിലേ വരാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ യാത്രകളിലും പങ്കെടുത്തിട്ടുള്ള ഈ യാത്രയെ ഇഷ്ടപ്പെട്ടു. മഴ കാരണമാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. അത് ഇവരുടെ കുഴപ്പമല്ല. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. നല്ല അഭിപ്രായമാണ്. എന്നത്തെ പോലെ തന്നെ നല്ല. ഈ വർഷം നല്ല മഴയായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. വേറൊരു പ്രശ്നം. എൻ്റെ പേര് അഭിജിത്ത്. വീട് ചെറുപ്പടിയാണ്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം കൊട്ടിയൂർ യാത്രയിലാണ് ആദ്യമായിട്ട് ശുഭയാത്രയോടൊപ്പം സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് ഒരു 1 year ആയി. 1 yearനിടയിൽ ഏകദേശം 5-6 ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കൗണ്ട് വെച്ച് തന്നെ അറിയാം എങ്ങനെയാണ് ഇവരുടെ ട്രിപ്പ് എന്നുള്ളത്. നല്ലതായതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ മൃദംഗശൈലീസ് മിസ്സായി. അത് ഈ പ്രാവശ്യം ആഡ് ചെയ്ത് എന്തായാലും നന്നായി. അത് പോകണമെന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു. ഞങ്ങളിവിടെ അടിമാലി 14 മൈലാണ്. ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത വീടാണ്. അനിത, നാത്തൂൻ, കല, അനീതിയാണ്. അവരൊക്കെ ഒപ്പമാണ് ഞാൻ വന്നത്. എനിക്ക് ഈ യാത്രയിൽ തൃപ്തികരമാണ്. ഞാൻ എല്ലാ കൂട്ടവും ഞാൻ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടവ് ഈ അമ്പലങ്ങളെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നത്. പിന്നെ എൻ്റെ ഒപ്പം കുറെ എൻ്റെ അയൽക്കാരെയും കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെ ഒന്നുകൊണ്ടാണ് അവരെയും കാണാൻ പറ്റി. എൻ്റെ വീട്ടിൽ വന്ന ഞാൻ പിറ്റേ ദിവസം തന്നെ പോകുന്ന കൂട്ടത്തിലാണ്. അവരെ കാണാൻ പറ്റി. എൻ്റെ ഒപ്പം പഠിച്ച ഒരു കൂട്ടുകാരനെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ തൃപ്തിയാണ്.
ഞാൻ എപ്പോഴും തെറ്റില്ല. ഞാൻ കുറവിലങ്ങാടെന്ന് വരുന്നു. ആദ്യമായിട്ടാണ് ഇവരുടെ യാത്ര വരുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടാണ് യാത്രയിൽ പങ്കെടുത്തത്. നല്ല യാത്രയായിരുന്നു. ഇനിയും വരാൻ പാടുണ്ട്. ഞാൻ കുറവിലങ്ങാട് വരുന്നു. ഞാൻ പല യാത്രകളിലും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വരുന്ന യാത്ര ഇവരുടെ കോർഡിനേഷനും കാര്യങ്ങളും നമ്മളുള്ള അടുപ്പങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയും ഇവരുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജയൻ. ഞാൻ മുളവൂർ ദേശത്തു നിന്ന് വരുന്നു. ഇപ്രാവശ്യം മഴ ഒത്തിരി കൂടുതലായിരുന്നെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴുവാനും മറ്റു കാര്യങ്ങളെല്ലാം സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഈ പ്രാവശ്യത്തെ ട്രിപ്പിലെ ഏറ്റവും സന്തോഷമായ ഒരു കാര്യം, 4-5 പ്രാവശ്യം ഞാൻ പറശ്ശിനിക്കടവിൽ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് മുത്തപ്പനെ കാണാനും മുത്തപ്പന്റെ അനുഗ്രഹം മേടിക്കാനും സാധിച്ചത്. അതിന് വളരെ സന്തോഷമുണ്ട്. അതിന് ശുഭയാത്രയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.